KPS ഫുഡ് സ്കോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഹെൽത്തി റെസിപ്പിയാണ് ചെയ്യുന്നത്. ഹെൽത്തി എന്ന് വെച്ചാൽ ശരിക്കും സൂപ്പർ ഹെൽത്തി. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിപ്പോൾ ഇതിന് ദോശയാണ് കേട്ടോ ഐറ്റം. ദോശയും അതിൽ ചിക്കൻ കറിയാണ് ഞാൻ ഇട്ടേക്കണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിപ്പോൾ ഇത് വെള്ളത്തിലിടാൻ പോണതാണ്. വെള്ളക്കടല. നിങ്ങൾക്കറിയാലോ, അത് വെള്ളക്കടല എന്ന് പറഞ്ഞാൽ ഭയങ്കര നമ്മുടെ കടലപ്പൊടിയൊക്കെ വാങ്ങാൻ കിട്ടുന്നത് അതാണ്. അപ്പോൾ ഞാൻ വെള്ളക്കടല ഒരു രാത്രി മുഴുവനും വെള്ളത്തിലിട്ടായിരുന്നു. 6 മുതൽ 8 മണിക്കൂർ വരെയൊക്കെ വെള്ളത്തിലിട്ടാൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുതിരും. എന്നിട്ട് പിന്നെ ഞാനിതൊന്ന് കഴുകി വാരി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്കിത് കാണാം, അത് മുളച്ച് വരുന്നുണ്ട് ഇത്. അപ്പോൾ ഞാൻ ആദ്യം വെള്ളത്തിലിട്ടിട്ട് പിന്നെ ഒന്ന് കുറച്ച് നേരം കഴുകി വാരി വെച്ചു. കുറച്ച് നേരമല്ല, 2-3 മണിക്കൂർ നേരം കഴുകി വാരി വെച്ചു. അതിന് ശേഷമാണ് അത് ഉണ്ടാക്കിയത്. നന്നായിട്ട് കഴുകി വാരി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ തേങ്ങ ചിരകിയത്, ഉള്ളി, എന്നിട്ട് ഞാൻ ഈ കടല നന്നായിട്ട് കഴുകി വാരി മിക്സർ ഗ്രൈൻഡറിലിട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഉള്ളിയും തേങ്ങയും എടുത്തു. ഇതിപ്പോൾ ആക്ച്വലി ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറേ നാളായിട്ടോ, ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇട്ട് ഞാൻ ജീരകം ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഉപ്പാണ് ഇട്ടത്. ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞപ്പൊടി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ, ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടി. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ചേർക്കണമെങ്കിൽ ഒരു മഞ്ഞ നിറം ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടമാണെങ്കിലോ, ഇപ്പോൾ ഈ കളർ കാണുമ്പോൾ ഒരു ഭംഗികേട് തോന്നുകയാണെങ്കിലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് അരച്ചു, നല്ല വെണ്ണ പോലെ അരക്കണം. അതിനാണ് ഞാനത് കാണിച്ചത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഏറ്റവും ആദ്യത്തെ ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ആദ്യത്തെ ദോശ ഞാൻ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് വിസ്തരിച്ച് വട്ടത്തിലാക്കി. അപ്പോൾ ഇച്ചിരി വട്ടം കൂടിയത് കൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. അത് ഞാൻ എന്താ പറയുക, മറച്ചിട്ട് തിരിച്ചിട്ടൊക്കെ വരുമ്പോൾ ഫ്ലോപ്പായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കത് ഫ്ലോപ്പ് ആകണതും കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇതിൽ ചേർത്തത്. അല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ അത് എഡിറ്റ് ചെയ്യുമ്പോൾ ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞാൽ ഞാൻ വിചാരിച്ചു വേണ്ട. കാരണം നിങ്ങളും ആദ്യത്തേത് ഇങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫ്ലോപ്പ് ആകാൻ സാധ്യതയുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ആദ്യത്തെ ഒരെണ്ണം അങ്ങനെ ആയുള്ളൂ കേട്ടോ. രണ്ടാമത്തത് ഞാൻ വട്ടം കുറച്ചുണ്ടാക്കി. അപ്പോൾ ഇത് പക്ഷേ ക്രിസ്പി ആയി. പക്ഷേ എന്നാലും പൊടിഞ്ഞു പോയുമ്പോഴേ നമുക്ക് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇച്ചിരി വട്ടം കുറച്ചാണ് ഉണ്ടാക്കിയത്. അപ്പോൾ സംഗതി നമുക്ക് ഇതുപോലെ തന്നെ ഇച്ചിരി നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ വീഡിയോയിൽ ഫസ്റ്റ് തുടങ്ങിയപ്പോൾ തന്നെ കണ്ടില്ലേ അത്. അപ്പോൾ നമ്മൾ ഒഴിക്കുമ്പോൾ കുറച്ച് മാവ് ഒഴിച്ചിട്ട് ഇച്ചിരി വട്ടം കുറവിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. വട്ടം കൂട്ടുമ്പോൾ ചിലപ്പോൾ എൻ്റെ പാൻ അത്ര സൂപ്പറും അല്ല, ഇച്ചിരി ഒട്ടി പിടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടും കൂടി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ശരിക്കും നോൺ സ്റ്റിക്ക് പാനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നല്ല ക്രിസ്പിയാക്കി വട്ടത്തിലാക്കിയാൽ കിട്ടുമായിരിക്കും, മേ ബി. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ലതാണ്. അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കി, ടേസ്റ്റും കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ കറി എടുത്തതെന്ന് പറയണത് ചിക്കനാണ് കറി എടുത്തത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഹെൽത്തി ആയിട്ടൊരു റെസിപ്പിയാണ്, സിമ്പിളാണ്, വളരെ വേഗം ചെയ്യാനും പറ്റും. അധികം ഇൻഗ്രീഡിയൻസ് ഇല്ല. പക്ഷേ ഇപ്പോഴത്തെ തേങ്ങയുടെ വില വെച്ചിട്ട് തേങ്ങ നല്ല വിലയാണ്. നിങ്ങൾക്കിപ്പോൾ ഈ ചിക്കൻ കറിക്ക് പകരം ചമ്മന്തിയൊക്കെ എടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇച്ചിരി എരിവുള്ള, കുട്ടികൾക്ക് ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലും കറി, ഇത്തിരി ചാറുള്ള കറിയായാൽ നല്ലത്.